കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഹോംവർക്ക് ഞാൻ പിന്നെ നോക്കാം. കുറച്ച് തിരക്കിലായിരുന്നു. അതുകൊണ്ട് അടുത്ത ക്ലാസ് ഇന്ന് ബാക്കി തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ഹോംവർക്ക് തന്നായിരുന്നു, ഒരു ചതുരത്തിൻ്റെ. അത് ഞാൻ പിന്നീട് നോക്കാം. അടുത്തത് കലണ്ടർ സൂത്രങ്ങളാണ്. ഈ കലണ്ടറിൽ ഒരുപാട് കുറേ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ട സംഖ്യകളുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു കലണ്ടർ ഉണ്ട്. ഒരു കലണ്ടറിൻ്റെ ഏതെങ്കിലും 4 ഡേറ്റ് എടുക്കുക. ഏതായാലും ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 6, 7, 13, 14. 6, 7, 13, 14. ആറ്, 7, 13, 14. ഇതിലേതെങ്കിലും ഒരു ഡേറ്റ് തന്നാൽ ബാക്കി ഡേറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നാമത്തതാണെങ്കിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം, അതിനോട് 1 കൂട്ടിയാൽ തൊട്ടിപ്പുറത്തെ കിട്ടും, അതിനോട് 7 കൂട്ടിയാൽ തൊട്ട് താഴത്തെ കിട്ടും. കാരണം ഒരാഴ്ച 7 ദിവസമാണ്. അതിനോട് 1 കൂട്ടിയാൽ എടുത്ത് കിട്ടും. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം അറിയാമെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. അപ്പോൾ ബീജഗണിത വാചകം വെച്ച് നമുക്കത് കണ്ടുപിടിക്കാം. ഈ 6ന്റെ സ്ഥാനത്ത് X ആണെന്ന് കരുതുക. ഇത് X ആണെങ്കിൽ തൊട്ട് മുന്നിലുള്ളത് X+1, തൊട്ട് താഴെയുള്ളത് X+7, തൊട്ട് അടുത്തുള്ളത് X+8. ഇതിനോട് ഒന്നുകൂടെ കൂട്ടും. അപ്പോൾ ഇതിലേത് കലണ്ടറിലെ ഏത് 4 അക്കം എടുത്താലും അങ്ങനെയാണ്. അപ്പോൾ 9, 10, 16, 17. 9, 10, 16, 17. 9X ആണെങ്കിൽ 9+1, 9+1 10, 9+7 16, 9+8 17. 4 അക്കം കിട്ടും. ഇത് ഉപയോഗിച്ചാണ് നമുക്ക് കലണ്ടറിലെ ഏത് കണക്കുകളും കണ്ടുപിടിക്കും. ഇപ്പോൾ ഒരു ചോദ്യം, ആദ്യ വരിയിൽ ഇതുപോലെ ഒരു കലണ്ടറിലെ 4 അക്കങ്ങൾ എടുത്താൽ ആദ്യത്തെ സംഖ്യ 10 ആണെങ്കിൽ 4 സംഖ്യകളും കണ്ടുപിടിക്കുക. ആദ്യത്തെ സംഖ്യ 10. 10. 10നോട് 1 കൂട്ടുക 11. 10നോട് 7 കൂട്ടുക 17. 17നോട് 1 കൂട്ടുക 18, അല്ലെങ്കിൽ 11നോട് 1 കൂട്ടിയാൽ. അപ്പോൾ അടുത്ത സംഖ്യയാണ്. കലണ്ടറിലെ രണ്ടാമത്തെ സംഖ്യ 18 ആണെങ്കിൽ ബാക്കി 4 സംഖ്യകളും കാണും. ഇതിൻ്റെ നേരെ വിപരീതം. 18ൽ നിന്ന് 1 കുറയ്ക്കുക 17. 17നോട് 1 കൂട്ടുക 24. 24നോട് 1 കൂട്ടുക 25. കലണ്ടർ നോക്കി അറിയാം. 17, 18, 24, 25. അപ്പോൾ ഏത് സംഖ്യകളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, സംഖ്യകളുടെ തുക തന്നാൽ സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറ്റും. 4 കളങ്ങളിലെ സംഖ്യകളുടെ തുക 104 ആണെങ്കിൽ സംഖ്യകൾ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ബീജഗണിത വാചകം ഉപയോഗിക്കേണ്ടി വരും. ഒന്നാമത് X, രണ്ടാമത് X+1, Xന്റെ താഴെ X+7, Xന്റെ തൊട്ട് വലുത്, അതിന്റെ തൊട്ട് വലുത് X+8. ഈ 4 സംഖ്യകളുടെ തുക കാണുക എന്ന് പറഞ്ഞാൽ X+X+1 X+7 X+8. ഇതിൽ എക്സുകളെല്ലാം കൂട്ടാം. 1, 2, 3, 4, 4X. സംഖ്യകളെല്ലാം കൂട്ടിയാൽ 1, 7, 8, 8, 16. അപ്പോൾ കലണ്ടറിലെ ഏത് 4 സംഖ്യ എടുത്താലും ഒരെണ്ണം X ആണെങ്കിൽ
ആ 4 സംഖ്യകളുടെ തുക 4x+16 ആവും. ഇപ്പൊ പറഞ്ഞാൽ എന്താ, സംഖ്യകളുടെ തുക 104 അപ്പൊ ഒരു പണിയാ 4x+16 104 ആണെന്ന് കരുതുക. അപ്പൊ നമുക്കൊരു സമവാക്യം കിട്ടി, ബീജഗണിതവാക്യം. 4x-നോട് 16 കൂട്ടിയാൽ 104. അപ്പൊ 4x എന്ന് പറഞ്ഞാൽ ഈ 104 നിന്ന് 16 കുറച്ചാൽ കിട്ടും. 104 നിന്ന് 16 കുറച്ചാൽ 14 നിന്ന് 6 പോയ 8, 9 1 പോയ 8, 88. 4x ആണ് 88. അപ്പൊ x 88-നെ 4 കൊണ്ട് ഹരിക്കുക. 2 2 22 എന്ന് കിട്ടും. ഒന്നാമത്തെ സംഖ്യ കിട്ടി. ഒന്നാമത്തെ സംഖ്യ 22, തൊട്ടടുത്ത സംഖ്യ 23, തൊട്ട് താഴെ 22 7 29, അതിനോട് 1 കൂട്ടിയാൽ 30. ഇത് 4 കൂട്ടിയാൽ 104 കിട്ടില്ലേ. 45 75 105 45 75 95 104 കിട്ടും. 4 കൂട്ടിയാൽ 104 കിട്ടും. അപ്പോ ബീജഗണിത വാചകം ഉപയോഗിച്ചാണ് ഇതേപോലെ ഏത് സംഖ്യകളും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇതേപോലെ വേറെ കലണ്ടർ അല്ലാതെ ശാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തിന്റെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. ശാലിനി 37 കറ്റകൾ കൊയ്തപ്പോൾ തങ്കം എത്ര കറ്റകൾ കൊയ്തു? ഇപ്പൊ സമവാക്യ രൂപീകരണത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കലണ്ടർ എടുത്തത്. ശാലിനി ചെയ്ത നെൽക്കറ്റകളുടെ എണ്ണം തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തിന് 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തങ്കം x കറ്റകൾ കൊയ്തു എന്നും കരുതുക. അപ്പൊ അവിടെ നമ്മൾ എക്സ് വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു അക്ഷരം കൊടുത്താൽ മതി. എക്സ് കൊടുത്തു. ഇനി പറഞ്ഞേക്കണേ നിബന്ധന, ശാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണം തങ്കം കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തിന്റെ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. ഇതിന്റെ 2 മടങ്ങ് എക്സിന്റെ 2 മടങ്ങ് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2x 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോ ശാലിനി കൊയ്തത് ഈ 2x-നേക്കാൾ 1 കൂടുതൽ. തങ്കം x കറ്റകൾ ചെയ്തെങ്കിൽ അതിന്റെ 2 മടങ്ങ് 2x, ആ 2 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ്. അപ്പൊ 2x+1 എന്ന സമവാക്യമാണ് ശാലിനി കൊയ്ത നെൽക്കറ്റകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 2x+1 = 37 തന്നിട്ടുണ്ട്. ഇതാണ് സമവാക്യം. അപ്പൊ നമ്മൾ ഈ തന്നിട്ടുള്ള വിവരത്തെ ഒരു സമവാക്യമായിട്ട് മാറ്റിയപ്പോൾ 2x+1 = 37 കിട്ടി. അപ്പൊ 2x എത്രയായിരിക്കും? ഈ 37 നിന്ന് 1 കുറച്ചാൽ 36. കാരണം 36-നോട് 1 കൂട്ടിയാലേ 2x കിട്ടും, 37 കിട്ടുള്ളൂ. അപ്പൊ 2x-നോട് 36 കൂട്ടിയാലല്ലേ 3x കിട്ടുള്ളൂ, 37 കിട്ടുള്ളൂ. അപ്പോ 2x-നോട് 1-നോട് 36 കൂട്ടിയാലേ 37 കിട്ടുള്ളൂ. അപ്പൊ 2x 36 ആവും. അങ്ങനെ നോക്കാം. അതിനേക്കാളും എളുപ്പം ഈ 1 ഇങ്ങോട്ട് മാറ്റും. 1 ഈ 37-ന് 1 കൂട്ടിയതിന് പകരം 1 കുറയ്ക്കാം. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു സമം എന്ന ചിഹ്നത്തിന്റെ ഒരു വശത്തു നിന്ന് ഒരു സംഖ്യയെ എതിർവശത്തേക്ക് മാറ്റിയാൽ അത് അതിന്റെ സങ്കലന വിപരീതമാവും. പോസിറ്റീവ് പ്ലസ് എന്നുള്ള നെഗറ്റീവ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. ആ +1 ഇപ്പുറത്ത് വന്നപ്പോൾ -1 36. 2x 36. അപ്പൊ x എത്രയായിരിക്കും? ഈ 36-നെ 2 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചേക്കുക. ഈ 2-നെ സമം ചിഹ്നത്തിന്റെ എതിർവശത്തേക്ക് മാറ്റി അതിന്റെ വിപരീതമാവും. പ്ലസിനെ മാറ്റിയാൽ മൈനസ് ആവുമ്പോൾ ഗുണിക്കുന്ന ചിഹ്നത്തെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ സമം എന്ന ചിഹ്നത്തിന്റെ ഇപ്പുറത്തേക്ക് മാറ്റുമ്പോൾ അതിന് വിപരീതം ഹരണമാവും. 32/2 18. എക്സിന്റെ വില കിട്ടി 18. അപ്പൊ തങ്കം 18 കറ്റകൾ പോയി. ശരിയല്ലേ? 2 മടങ്ങ് 36 ആയതിനോട് 1 കൂടുതൽ 37. അപ്പോ
തന്നിട്ടുള്ള വിവരത്തെ ഒരു സമവാക്യമായിട്ട് മാറ്റുക. സമവാക്യമായിട്ട് മാറ്റുമ്പോൾ അതിനകത്തൊരു അക്ഷരം ഉണ്ടാവും. എക്സോ എയോ ഏത് ഇംഗ്ലീഷ് അക്ഷരമായാലും മതി. ആ അക്ഷരത്തിന്റെ വില കണ്ടുപിടിക്കുക. വില കണ്ടുപിടിക്കുമ്പോൾ ഉത്തരം കിട്ടും. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന 8 പേർക്ക് കൂടി ലഭിച്ച കൂലിയുടെ തുക കൂലിയുടെ കൂടെ 40 രൂപ കൂടി കിട്ടിയിരുന്നെങ്കിൽ 2200 രൂപ ആകുമായിരുന്നു. എങ്കിൽ ഒരാൾക്ക് ലഭിച്ച കൂലി എത്ര? 8 പേർക്ക് ലഭിച്ച കൂലി. അപ്പൊ ഒരാൾക്ക് ലഭിച്ച വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഉത്തരം എത്രയാണോ അതിനെ ഒരക്ഷരാക്കി മാറ്റാം. ഇവിടെ വേണമെങ്കിൽ ഉത്തരം അങ്ങനെ നോക്കാം. ഒരാൾക്ക് ലഭിച്ചത് എക്സ് ആണെന്ന് കരുതുക. ഒരാൾക്ക് എക്സ് കിട്ടി. ഇനി 8 പേർക്ക് ലഭിച്ച കൂലി, 8 പേർക്ക് ലഭിച്ചത്, 8 പേർക്ക് ലഭിച്ചത്. ഒരാൾക്ക് എക്സ് ആണെങ്കിൽ 8 പേർക്ക് എത്ര കിട്ടും? ഈ എക്സിനെ 8 കൊണ്ട് ഗുണിച്ചാൽ 8x. ഒരു അക്ഷരത്തെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ കഴിയില്ല. ഇപ്പൊ 8നെ 5 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ 8 × 5 40. 3 കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ 8 × 3 24. പക്ഷെ എക്സ് കൊണ്ട് ഗുണിക്കാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ 8x എന്ന് എഴുതാനേ പറ്റും. ഇതിപ്പോ എക്സിന്റെ സ്ഥാനത്ത് ഏത് അക്ഷരമാണെങ്കിലും അങ്ങനെ. ഇപ്പൊ എ ആണെങ്കിൽ 8a. 8x എന്ന് പറഞ്ഞാൽ 8x. 8x എന്ന് പറഞ്ഞാൽ ശരിക്കും x പ്ലസ് അങ്ങനെ 8 തവണ എക്സ് കൂട്ടുക. 8 × 5 40 അല്ലേ? അതിങ്ങനെ തന്നെയല്ലേ? 8 തവണ 5നെ കൂട്ടുക, 5നെ 8 തവണ കൂട്ടിയാൽ 40 കിട്ടും. അതേപോലെ എക്സിന് 8 തവണ കൂട്ടിയാൽ 8x കിട്ടും. ഇതാണ് 8 പേർക്ക് ലഭിച്ചത്. ഇനി 8 പേർക്ക് ലഭിച്ച കൂലിയുടെ കൂടെ 40 കൂടി കൂട്ടിയിരുന്നെങ്കിൽ, 8xന്റെ കൂടെ ഒരു 40 കൂടെ കൂട്ടിയിരുന്നെങ്കിൽ 2200 രൂപ കിട്ടും. നമുക്ക് സമവാക്യം കിട്ടി. 8x + 40 = 2200. അപ്പൊ 8x എത്രയായിരിക്കും? നേരത്തെ ചെയ്ത പോലെ 40 കൂട്ടിയത് 2200 അതിന്റെ വിപരീതം ചെയ്യുക. 40 കുറച്ചു. 2200 40 കുറച്ചാൽ 2160. അതാണ് 8x. ഇവിടെ 8 കൊണ്ട് ഗുണിച്ചേക്കുക. അതേ 8 കൊണ്ട് ഹരിക്കുക. 2160നെ 8 കൊണ്ട് ഹരിക്കുക. 2160നെ 8 കൊണ്ട് ഹരിച്ചാൽ 2160നെ 8 കൊണ്ട് ഹരിച്ചാൽ 2 8 16. ശിഷ്ടം 5. ഈ 6 ഇറക്കി 7 8 56. 0 0 ഇറക്കി എഴുതി. 0ത്തിൽ 8 0 തൊണ്ടാണ്. അപ്പൊ ഉത്തരം 270. ഇതാണ് ഒരാൾക്ക് ലഭിച്ച കൂലി. അടുത്തത്, കൃഷ്ണന്റെ വാഴത്തോട്ടത്തിൽ 47 വാഴകളുണ്ട്. ഇത് രവീന്ദ്രന്റെ തോട്ടത്തിലെ വാഴകളുടെ 3/4 ഭാഗത്തേക്കാൾ 1 കുറവാണ്. എങ്കിൽ രവീന്ദ്രന്റെ തോട്ടത്തിൽ എത്ര വാഴകളുണ്ട്? ഇപ്പൊ ചെയ്ത പോലെ ചെയ്യാം. എന്താണോ ഉത്തരം കിട്ടേണ്ടത് അതിനെ അക്ഷരാക്കി മാറ്റുക. അപ്പോ രവീന്ദ്രന്റെ തോട്ടത്തിൽ അവിടെ തുടങ്ങുക. രവീന്ദ്രന്റെ തോട്ടത്തിൽ X വാഴകളുണ്ട്. X വാഴകൾ ഉണ്ട്. രവീന്ദ്രന്റെ തോട്ടത്തിൽ X വാഴകൾ ഉണ്ടെന്ന് കരുതുക. കൃഷ്ണന്റെ വാഴത്തോട്ടത്തിൽ 47 വാഴകളുണ്ട്. ഇത് രവീന്ദ്രന്റെ തോട്ടത്തിലെ വാഴകളുടെ 3/4 ഭാഗത്തേക്കാൾ 1 കുറവാണ്. അപ്പൊ ഇതിന്റെ 3/4 ഭാഗം കിട്ടും. അതാണ് കൃഷ്ണന്റെ വാഴത്തോട്ടിലെ എണ്ണം കണ്ടുപിടിക്കാനുള്ള മാർഗം. ഇതിന്റെ 3/4 ഭാഗം, 3/4 ഭാഗം എന്ന് പറഞ്ഞാലും 3 മടങ്ങ് 4 മടങ്ങ് എന്നൊക്കെ പറഞ്ഞാലും അർത്ഥം അതുകൊണ്ട് ഗുണിക്കാന്ന്. 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 × x, 4 മടങ്ങ് എന്ന് പറഞ്ഞാൽ 4 × x. 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ ശരിക്കും 3/4 മടങ്ങ് എന്നാണ്. പക്ഷെ ഇപ്പോൾ മടങ്ങ് എന്ന് പറയാൻ കാരണം
മടങ്ങെന്ന് പറയില്ല. എന്താ കാരണം? ഒന്നിൽ കുറവാണെങ്കിൽ മടങ്ങെന്ന് പറയില്ല. ഒരു മടങ്ങ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒന്നിൽ കൂടുതലാണെങ്കിലേ മടങ്ങിന് അർത്ഥമുള്ളൂ. ഒന്നിൽ കുറവാണെങ്കിൽ ആ ഭാഗം എന്നേ പറയും, മുക്കാൽ ഭാഗം. ചെയ്യുന്ന രണ്ടിടത്ത് ഒരേ ക്രിയ. 3/4 എക്സ് കൊണ്ട് ഗുണിക്കുക. അപ്പം 3/4 എക്സ്. എക്സിനെ 3 കൊണ്ട് ഗുണിച്ച് 4 കൊണ്ട് ഹരിക്കുക. അപ്പം 3/4 എക്സ് എന്ന് പറഞ്ഞാൽ മതി. 3/4 ഭാഗത്തേക്കാൾ 1 കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പം 3/4 എക്സിനേക്കാളും 1 കുറവ്. ഇതാണ് കൃഷ്ണന്റെ വാഴത്തോട്ടത്തിലുള്ളത്. അത് എത്രയാ തന്നിട്ടുണ്ട്? 47. സമവാക്യം കിട്ടി. 3/4 എക്സ് -1 = 47. നേരത്തെ ചെയ്ത പോലെ തന്നെ അതിൽ നിന്ന് 3/4 എക്സ് എത്രയാന്ന് നോക്കുക. 47. നേരത്തെയൊക്കെ ഇവിടെ കൂട്ടിയൊക്കെ വരുന്നു. അതിനെ ഇടതുനിന്ന് വലതുവശത്തേക്ക് കൊണ്ടുപോയപ്പോൾ വിപരീതം വ്യവകലനായി. ഇവിടെ അത് കുറച്ചേക്കുക. അതിന്റെ വിപരീതം 1. അല്ലെങ്കിൽ ഇത് നോക്കിയാൽ മതി. ഏതിൽ നിന്ന് 1 കുറച്ചാലാണ് 47 കിട്ടുന്നത്. മുക്കാൽ എക്സിൽ നിന്ന് 1 കുറച്ചാൽ 47 കിട്ടും. എന്ന് പറഞ്ഞാൽ മുക്കാൽ എക്സ് 48 നിന്ന് 1 കുറച്ചാലേ 47 കിട്ടുള്ളൂ. അപ്പോൾ 3/4 എക്സ് എന്ന് പറഞ്ഞാൽ 48. അങ്ങനെയും ചിന്തിക്കാം. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഇതാ, -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, +1. അപ്പൊ 3/4 എക്സ് 48. അപ്പൊ എക്സ് എത്രയായിരിക്കും? 3 കൊണ്ട് ഗുണിച്ച് 4 കൊണ്ട് ഹരിച്ചാൽ 48. നമ്മൾ അതിന്റെ നേരെ വിപരീതം ചെയ്യണം. ഗുണിക്കുന്ന സംഖ്യയുടെ കിട്ടണമെങ്കിൽ ഹരിക്കണം, ഹരിക്കുന്ന സംഖ്യയുടെ കിട്ടണമെങ്കിൽ ഗുണിക്കണം. അപ്പോൾ ഒരു 48നെ 3 കൊണ്ട് ഗുണിക്കുക, 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ 4 കൊണ്ട് ഗുണിക്കുക, 3 കൊണ്ട് ഹരിക്കുക. 4/3. അല്ലെങ്കിൽ വേറെ വിധത്തിൽ ചിന്തിച്ചാൽ മതി. ഏത് സംഖ്യ കൊണ്ടാണോ ഗുണിച്ചിരിക്കുന്നത് അതിൻ്റെ ഗുണന വിപരീതം കൊണ്ട് ഇവിടെ ഗുണിക്കുക. അപ്പോൾ 3 കൊണ്ടാണ് ഗുണിച്ചിരിക്കുന്നതെങ്കിൽ 3ന്റെ ഗുണന വിപരീതം 1/3. അത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ 3 കൊണ്ട് ഗുണിച്ചേക്കാണെങ്കിൽ 3 കൊണ്ട് ഹരിക്കലാവും. 5 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണന വിപരീതം 1/5. ഒരു സംഖ്യ ശരിക്കും 3 എന്ന് പറഞ്ഞാൽ 3/1 എന്നാ അർത്ഥം അല്ലേ? 3നെ 1 കൊണ്ട് അടിച്ചാലേ 3 കിട്ടണേ. അതിന്റെ ഭിന്നകരൂപത്തിലൊക്കെ എങ്ങനെയല്ലേ? അപ്പൊ ഗുണനവിപരീതം അംശവും ഛേദവും മാറ്റുക. 1/3. 5 ആണെങ്കിൽ 5/1 1/5. ഈ അംശത്തിൽ ഒന്നായതുകൊണ്ട് നമ്മൾ 3 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നത് 3 കൊണ്ട് ഹരിക്കുക എന്ന് പറയും. അംശത്തെ 1 കൊണ്ട് ഗുണിക്കണം, ഛേദത്തെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പൊ 3 കൊണ്ട് ഹരിക്കുക. അംശത്തെ 1 കൊണ്ട് ഗുണിക്കണം, ഛേദത്തെ 5 കൊണ്ട് ഹരിക്കും. അപ്പോൾ 5 കൊണ്ട് ഹരിക്കുക. അപ്പൊ അംശം 1 ആയതുകൊണ്ട് ഹരിക്കുക നമ്മൾ പറയുന്നതേ ഉള്ളൂ. ശരിക്കും അത് യഥാർത്ഥത്തിൽ ഭിന്നകത്തിന്റെ ഗുണന വിപരീതം എന്ന് പറഞ്ഞാൽ അംശം ഛേദം മാറ്റുക എന്നാണ്. അപ്പോൾ രണ്ട് സംഖ്യ ആകുമ്പോൾ അംശം ഛേദം മാറ്റണം. 3/4 കൊണ്ട് ഗുണിക്കുക, അതിന് നേരെ വിപരീതം ഇപ്പുറത്തേക്ക് മാറ്റുക. 4/3 ഗുണിക്കുക, ഇതിനെ അംശം ഛേദം മാറ്റുക. 48നെ 4 കൊണ്ട് ഗുണിച്ച് 3 കൊണ്ട് ഹരിക്കുക. ഏത് വേണമെങ്കിലും ആദ്യം ചെയ്യാം. നമുക്കൊരു പണിയാം. 48നെ ആദ്യം 3 കൊണ്ടൊക്കെ ഹരിക്കാം. 1 3 3, 1 18, 3 6 18. അപ്പോ ഈ 3ഉം 48 വെട്ടിക്കളയാന്നാണ് പറയണത്. പക്ഷെ യഥാർത്ഥ വെട്ടിക്കളയല്ല. 3നെ 48 കൊണ്ട് ഹരിക്കുക, കിട്ടണം 16. ഇനി ഈ 16നെ 4 കൊണ്ട് ഗുണിക്കുക. 4 6 24 ശിഷ്ടം 2, 4 4 2 6, 64 കിട്ടും. ഇത് വേഗം ചെയ്യാട്ടോ. 48 4 കൊണ്ട് ഗുണിച്ച് 3 കൊണ്ട് ഹരിച്ചാലും കിട്ടും. 4 8 32, 4 16 3 19, 192 കിട്ടും. 4 കൊണ്ട് ഗുണിച്ചാൽ അതിനെ 3 കൊണ്ട് അടിച്ചാൽ ഇത് തന്നെ വരും. 3 6 18, 1 2 4 3 12. ഇങ്ങനെയും ചെയ്യാം. സാധാരണ ഹരണവും ഗുണനവും വരുമ്പോൾ ബുദ്ധിമുട്ടുള്ളത് ഹരണമായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്നായിരിക്കുമ്പോഴാണ് തെറ്റുന്നത്. ഈ ഹരണം ആദ്യം നടത്തും, എന്നിട്ടും ഗുണിക്കുക. അപ്പം തെറ്റിപ്പോകാൻ സാധ്യത പറയും. കണക്കിന് അങ്ങനെ പല മെത്തേഡുണ്ട്. അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട മെത്തേഡ് ഏറ്റവും എളുപ്പമുള്ളതാണ്. എന്ന് വെച്ചാൽ തെറ്റാതെ എങ്ങനെയാണോ സങ്കലനവും വ്യവകലനവും വന്നാൽ എപ്പോഴും കുറച്ച് ബുദ്ധിമുട്ട് വ്യവകലനമായിരിക്കും. നമ്മൾ ആദ്യം വ്യവകലനം നടത്തും, എന്നിട്ട് സങ്കലനം നടത്തും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ആദ്യം ഹരിക്കുകയാണെങ്കിൽ എപ്പോഴും എളുപ്പം ഗുണിക്കണേനേക്കാളും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വേണമെന്നില്ല, ഇതാണ് എളുപ്പം. 64. ഇപ്പൊ രവീന്ദ്രന്റെ തോട്ടത്തില് 64 വാഴകൾ.
അപ്പൊ ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം ഒരക്ഷരം മാത്രമുള്ളതാണ്. ഒരു 2 ഹോംവർക്ക് അങ്ങ് തരിക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ഹോംവർക്ക് ഈ ഹോംവർക്ക് കൂടെ ഒന്നിച്ച് നോക്കാം. ആദ്യം കലണ്ടറിലെ ഒരു ഹോംവർക്ക്. ഒരു കലണ്ടറിലെ തുടർച്ചയായ ഒരു കലണ്ടറിലെ ഒരു ചതുരത്തിലെ 4 സംഖ്യകളുടെ തുക എൺപത്തെട്ടാണെങ്കിൽ സംഖ്യകളെ ഒരു കലണ്ടറിലെ ഒരു ചതുരത്തിലെ 4 സംഖ്യകൾ, അത് നമ്മുടെ എഴുതിയില്ലെന്നുള്ളൂ. ഒരു കലണ്ടറിലെ ഒരു ചതുരത്തിലെ 4 സംഖ്യകളുടെ തുക 88 ആണെങ്കിൽ സംഖ്യകൾ ഏവ? ഈ 2. ഒരാളുടെ കയ്യിൽ അതിന് വേണ്ട ഒരാളുടെ പേര് പറയും. കൃഷ്ണന്റെ കയ്യിലുള്ള തുകയുടെ 5 മടങ്ങിനേക്കാൾ 7 രൂപ കൂടുതലാണ് രാധയുടെ കയ്യിൽ. കൃഷ്ണന്റെ കയ്യിലുള്ള തുകയുടെ 7 മടങ്ങിനേക്കാൾ കൃഷ്ണന്റെ കയ്യിലുള്ള തുകയുടെ 5 മടങ്ങില്ലേ? കൃഷ്ണന്റെ കയ്യിലുള്ള തുകയുടെ 5 മടങ്ങിനേക്കാൾ 7 കൂടുതലാണ്. കൃഷ്ണന്റെ കയ്യിലുള്ള തുകയുടെ 5 മടങ്ങിനേക്കാൾ 7 കൂടുതലാണ് രാധയുടെ കയ്യിലുള്ള തുക. കൃഷ്ണന്റെ കയ്യിലുള്ള തുകയുടെ 5 മടങ്ങിനേക്കാൾ 7 കൂടുതലാണ് രാധയുടെ കയ്യിലുള്ള തുക. രാധയുടെ കയ്യിൽ 307 രൂപയുണ്ടെങ്കിൽ കൃഷ്ണന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? ഈ 2 ഹോംവർക്ക് ആണ്. ഇനി അടുത്തത് കുറച്ചും കൂടെ വിപുലീകരിച്ചാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി ബാബു കടയിൽ പോയി മകന് വേണ്ടി ഒരു കുടയും ഒരു ബാഗും വാങ്ങി. ഇവിടെ 2 കാര്യങ്ങൾ. ആകെ 800 രൂപ ചെലവായി. കുടയ്ക്കും ബാഗിനും കൂടി 800 രൂപ ചെലവായി. കുടയുടെ വിലയേക്കാൾ 450 കൂടുതലാണ് ബാഗിന്റെ വില. ബാഗിന്റെ വില. എങ്കിൽ ഓരോന്നിനും വില എത്രയാണെന്ന് കണ്ടുപിടിക്കും. ബാഗിനും കുടയ്ക്കും കൂടി വാങ്ങിച്ചത് കിട്ടിയത് 800 രൂപ. കുടയുടെ വിലയേക്കാൾ 450 രൂപ കൂടുതലാണ് ബാഗിന്. അപ്പോ വില കുറഞ്ഞ് കുടയ്ക്കാം. നമുക്കൊരു പണിയാം. കുടയ്ക്ക് എക്സ് ആണെന്ന് കരുതുക. ബാഗിന് എത്രയായിരിക്കും? 450 കൂട്ടണം എക്സ്. ഇതാണ് ബാഗിന്റെ വില. കുടയ്ക്ക് എക്സ് ആണെങ്കിൽ ബാഗിന് 450 പ്ലസ് എക്സ്. ഇവിടെ 2 നിബന്ധനയുണ്ട്. 2 സാധനങ്ങളുടെ ഒന്നിച്ചുള്ള വില 800. ഒരു നിബന്ധന. കുടയേക്കാളും 450 കൂടുതലാണ് ബാഗിന് എന്നുള്ള 2ാമത് നിബന്ധന. അപ്പൊ ബാഗിന് 450 പ്ലസ് എക്സ്, കുടയ്ക്ക് എക്സ്.
ആകെ വില എക്സ് പ്ലസ് 450 പ്ലസ് എക്സ്, അത് 800 ആയി. സമവാക്യമാണ് എക്സും 2x പ്ലസ് 450 സമം 800. നേരത്തെ ചെയ്ത പോലെ 2x എന്ന് പറഞ്ഞാൽ 800-ൽ നിന്നും ഇവിടെ 450 കൂട്ടുന്നതായിരുന്നു, ആ 450 കുറയ്ക്കുക. 800-ൽ നിന്ന് 450 കുറച്ചാൽ എത്രയാണ്? 0, 10 ൽ 5 പോയ 5, 7 ൽ 4 പോയ 3, 350 രൂപ. അതാണ് 2x. 2x 350 ആണെങ്കിൽ എക്സ് 2 കൊണ്ട് കൊടുക്കുന്നതിന് പകരം 350-നെ 2 കൊണ്ട് ഹരിക്കുക. എത്ര വരും? 350-ന്റെ പകുതി 175 അല്ലേ? 350-നെ 2 കൊണ്ട് ഹരിച്ചാൽ 175 കിട്ടും. 300-ന്റെ പകുതി 150, 50-ന്റെ പകുതി 25, അപ്പൊ 175. അപ്പൊ കുടയുടെ കിട്ടി. കുട 175. അപ്പൊ ബാഗ് 175-നേക്കാൾ 45 കൂടും, 450 കൂടുതൽ. 175-നോട് 450 കൂടെ കൂട്ടുക. 5, 7, 5, 12, ശിഷ്ടം 1, 6, 625. കുടയുടെയും കിട്ടി, ബാഗിന്റെയും കിട്ടി. ഇതാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച രീതിയിൽ കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് വേറൊരു വിധത്തിലും ചെയ്യാം. 2 നിബന്ധന ഉള്ളപ്പോൾ 2 ചരമേണ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഇതേ കണക്ക്. ഇതൊരു ചെറിയ കണക്കായതുകൊണ്ട് കുഴപ്പമില്ല. വലിയ കണക്കാണെങ്കിൽ 2 ചരങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ എളുപ്പം. അപ്പോ കുടയുടെ വില x, ബാഗിന്റെ വില y. കുടയ്ക്ക് എക്സും ബാഗിന് വൈയും ആണെന്ന് കരുതുക. അപ്പൊ ഒരു നിബന്ധന, കുടയുടെ വിലയേക്കാൾ 450 കൂടുതലാണ് ബാഗിന്റെ വില. അപ്പൊ ബാഗിന്റെ വില കുടയുടെ വിലയേക്കാൾ 450 കൂടുതലാണ്. ഇത് ഒരു സമവാക്യം. ഇനി 2-നും കൂടി ആകെ 800 രൂപ ചെലവായി. അപ്പൊ x പ്ലസ് y സമം 800. ഇത് രണ്ടാമത്തെ സമവാക്യം. ഇങ്ങനെ 2 സമവാക്യം വെച്ച് 2 സമവാക്യമാക്കി മാറ്റിയിട്ട് ഇത് ചെയ്യും. ബാക്കിയൊക്കെ നേരത്തെ പോലെ y x പ്ലസ് 450, x പ്ലസ് y 800. വൈയുടെ വില ഇവിടെ ഒന്നാമത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 1-ൽ നിന്നും ആ വൈയുടെ വില ഇവിടെ കൊടുക്കുക. വൈയുടെ വില x പ്ലസ് 450, x പ്ലസ് 450 സമം 800. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ 2x പ്ലസ് 450 800. അങ്ങനെ എക്സിന്റെ വില കിട്ടും. ആ എക്സിന്റെ വില ഇവിടെ കൊടുത്താൽ വൈയുടെ വില. ഇങ്ങനെ രണ്ടായിട്ടും ചെയ്യാം, ഒന്നിച്ചും ചെയ്യാം. അപ്പോൾ ഇതാണ് 2 അക്ഷരങ്ങൾ ഉപയോഗിച്ചുള്ള സമവാക്യങ്ങളുടെ പ്രത്യേകത. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഇതുപോലെ ചെയ്യാം. ആഴ്ച ചന്തയിൽ നിന്ന് 2 കോഴിക്കുഞ്ഞുങ്ങളെയും 3 താറാവിൻ കുഞ്ഞുങ്ങളെയും വാങ്ങാൻ രമയ്ക്ക് 140 രൂപ ചിലവായി. അതേ ആഴ്ച ചന്തയിൽ നിന്ന് അതേ വിലയുള്ള 4 കോഴിക്കുഞ്ഞുങ്ങളെയും 5 താറാവിൻ കുഞ്ഞുങ്ങളെയും വാങ്ങാൻ സുമയ്ക്ക് 320 രൂപയാണ് ചിലവായത്. എന്നാൽ ഒരു കോഴിക്കുഞ്ഞിന്റെയും ഒരു താറാവിൻ കുഞ്ഞിന്റെയും വില എത്ര വീതം? നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ ഇവിടെ ചെയ്താൽ അത്ര പെട്ടെന്ന് കിട്ടില്ല. ഇവിടെ 2 അക്ഷരം മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് എളുപ്പം. അപ്പോൾ 2 കോഴിക്കുഞ്ഞിനെയും 2 താറാവ് കുഞ്ഞിനെയും, കോഴിക്കുഞ്ഞിന്റെ വിലയും താറാവ് കുഞ്ഞിന്റെ വിലയാണ് നമ്മൾ അറിയുന്നത്. കോഴിക്കുഞ്ഞിന് 1
എക്സ് വില. താറാവിൻ കുഞ്ഞിന് വൈ വില. ഇനി 2 കോഴിക്കുഞ്ഞുങ്ങളെയും 2 താറാവ് കുഞ്ഞുങ്ങളെയും വാങ്ങാൻ രമയ്ക്ക് 140 രൂപ ചിലവായി. 2 കോഴിക്കുഞ്ഞുങ്ങളെയും 2 താറാവ് കുഞ്ഞുങ്ങളെയും വാങ്ങാൻ 140 രൂപ ചിലവായി. ഒരു കോഴിക്കുഞ്ഞിന് എക്സ് ആണെങ്കിൽ 2 എണ്ണത്തിന് 2x. ഒരു താറാവ് കുഞ്ഞിന് വൈ ആണെങ്കിൽ 2 താറാവ് കുഞ്ഞിന് 2y. 2xും 2y കൂട്ടിയാൽ 140. ഒന്നാമത്തെ നിബന്ധന കഴിയും. ഇനി അതേ ആഴ്ച ചന്തയിൽ നിന്നും അതേ വിലയുള്ള 4 കോഴിക്കുഞ്ഞുങ്ങളെയും 5 താറാവിൻ കുഞ്ഞുങ്ങളെയും 2 കോഴിക്കുഞ്ഞിന് 2xും 2 താറാവിൻ കുഞ്ഞിന് 2y ആണെങ്കിൽ 5 കോഴിക്കുഞ്ഞിന് 5x ആവും. 5 താറാവിൻ കുഞ്ഞിന് 5y ആവും. 4 കോഴിക്കുഞ്ഞുങ്ങൾ 5 താറാവ് കുഞ്ഞുങ്ങളെയും വാങ്ങാൻ സുമയ്ക്ക് 320 രൂപ വിലയായി. അത് രണ്ടാമത്തെ സമം. എന്നാൽ ഓരോ കോഴിക്കുഞ്ഞിന്റെയും ഒരു കോഴിക്കുഞ്ഞിന്റെ ഒരു താറാവ് കുഞ്ഞിന്റെയും വിലയാണ്. ഇത് ആദ്യം ചെയ്ത പോലെ ചെയ്യാൻ കഴിയില്ല. ഇതിങ്ങനെ രണ്ടാക്കി ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നിന്ന് എക്സിന്റെയും വൈന്റെയും വില കണ്ടുപിടിക്കും. ഇവിടെ നോക്കിയേ, 2x 2y 140. അപ്പോ ഇത് എളുപ്പത്തിന് വേണ്ടി ഇത് 4 കോഴിക്കുഞ്ഞും 4 താറാവ് കുഞ്ഞുമാണ് വാങ്ങിച്ചതെന്ന് കരുതുക. എത്ര രൂപ വരും? ശരിക്കും ഇതിന്റെ 2 മടങ്ങ് അല്ലേ? 2 ഗുണം 2x 4x, 2 ഗുണം 2y 4y. ഇത് ഓരോന്നിനും 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം, 280. അപ്പോൾ ഒരു സമവാക്യം നമ്മൾ പുതിയതായിട്ട് രൂപീകരിച്ചു. വേറെ ഒന്നും ചെയ്തില്ല. ഈ ഒന്നാമത്തെ സമവാക്യത്തിനെ മൊത്തത്തിൽ 2 കൊണ്ട് ഗുണിച്ചു. കാരണം നമുക്ക് ഇവിടെ കിട്ടേണ്ടത് 4 കോഴിക്കുഞ്ഞ് 5 താറാവ് കുഞ്ഞ്, 4x + 5y. നമുക്ക് ഇവിടെ ഒരു 4x കിട്ടണം. ഒരു അക്ഷരത്തിന്റെ സംഖ്യ തുല്യമാക്കണം, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 2x 4x, ഇവിടെ 4x ആയതുകൊണ്ടാണ് 4x അവിടെ 2 കൊണ്ട് ഗുണിക്കണം. അതേ 2 കൊണ്ട് മൊത്തം ഗുണിച്ചാൽ എന്ന് പറഞ്ഞാൽ 2 കോഴിക്കുഞ്ഞിനും 2 താറാവ് കുഞ്ഞിനും 140 ആണെങ്കിൽ അതിന്റെ 2 മടങ്ങല്ലേ? 4 കോഴിക്കുഞ്ഞും 4 താറാവ് കുഞ്ഞും അതിന്റെ ഇരട്ടി വരും. ഇനി നമ്മൾ നോക്കണ്ട, ഈ മൂന്നാമത്തെ നോക്കിയാൽ 2ലും 3ലും ഇവിടെ 4x 5y 320, 4x 4y 280. ഇവിടെ ശരിക്കും വ്യത്യാസം എന്താ? രണ്ടിടത്തും 4x ആണ്. ഇവിടെ ഒരു y കൂടുതലാണെന്നേ ഉള്ളൂ അല്ലേ? അപ്പോ ഈ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് മൂന്നാമത്തെ സമവാക്യം കുറച്ചാൽ 4x നിന്ന് 4x കുറച്ചാൽ 0 ആയിരിക്കും. അപ്പൊ അത് നമുക്ക് കൂട്ടണ്ട. ഈ 5y 5y കുറച്ചാൽ മതി. 5y 4y കുറച്ചാൽ മതി. കാരണം ഇത് തുല്യമായി പോയി. 4x 4x പോയാൽ 0 കിട്ടുള്ളൂ. 5y 4y കുറച്ചാൽ 380 280 കുറയ്ക്കുന്നതിന് തുല്യം. 380 280 കുറയ്ക്കുക. എത്ര വരും? 40 വരും. ഇവിടെ 40 കൂടുതൽ എന്ന് പറഞ്ഞാൽ ഈ 2 സമവാക്യത്തില് ഇടതുവശത്ത് ഒരു y കൂടുതലുണ്ട്, വലതുവശത്ത് 40 കൂടുതലുണ്ട്. 5y 4y പോയാൽ y. അപ്പൊ വൈയുടെ വില നമുക്ക് 40 കിട്ടും. അപ്പൊ എക്സിന്റെ വില കിട്ടൂലോ. y 40 ആണ്. താറാവിന്റെ വില കിട്ടി. താറാവിന്റെ വില കിട്ടിയാൽ നമുക്കത് ഇവിടെ ഉപയോഗിക്കാം. 2 താറാവിന് 2 കോഴിക്ക് 2x, 2 താറാവിന് y 40 ആണെങ്കിൽ 2y എന്ന് പറഞ്ഞാൽ 2 ഗുണം 40 80 വരും. അപ്പൊ 2xന്റെ കൂടെ 80 കൂട്ടുമ്പോഴാണ് 140 കിട്ടും അല്ലേ? 2x 2y 140, y തന്നെ 40. അപ്പൊ 2y 80. ഇപ്പൊ ഇവിടെ ഈ സമവാക്യത്തിൽ ആ വില കൊടുത്താൽ 2x + 80 = 140. ഇത് നമ്മൾ ഒന്നാമത് ചെയ്ത പോലെ തന്നെ 2x എന്ന് പറഞ്ഞാൽ 140 നിന്നും 80 കുറയ്ക്കാം, 60 കിട്ടും. അപ്പോ x 2x 60 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ ഇവിടെ 2 കൊണ്ട് ഗുണിച്ചേക്കാണ്, 2 കൊണ്ട് ഹരിക്കുക 30. എക്സും കിട്ടി, വൈയും കിട്ടി.
കോഴിക്കുഞ്ഞിന് 30 രൂപ, താറാം കുഞ്ഞിന് 40 രൂപ അല്ലേ? 2 × 30 60, 2 × 40 80, 80 60 140, 4 × 30 120, 5 × 40 200, 120 20 320. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്ത് ഇതാ, ഒന്നിന് എക്സ് കൊടുത്തു, ഒന്നിന് വൈ കൊടുത്തു. തന്നിട്ടുള്ള നിബന്ധന 2 കോഴിക്കുഞ്ഞ് 2 താറാകുഞ്ഞ് 140, 4 കോഴിക്കുഞ്ഞ് 5 താറാകുഞ്ഞ് 4 x + 5 320. ഇത് രണ്ടുമാണ് നമ്മൾ എടുത്ത സമവാക്യങ്ങൾ. ഇനി നമ്മൾ അതിന് ഈ വൈ ഏതെങ്കിലും ഒന്നിന്റെ വില കിട്ടണമെങ്കിൽ ഒരെണ്ണം രണ്ടിടത്തും തുല്യമാക്കണം. 2x 4x ആക്കണമെങ്കിൽ 2 കൊണ്ട് ഗുണിക്കണം. അപ്പം മൊത്തം അങ്ങ് ഇരട്ടി കണ്ടാൽ മതി. 4 കോഴിക്കുഞ്ഞ് 4 താറാകുഞ്ഞ്. ഇപ്പൊ 2 ഇവിടെ 2 ഗുണിച്ചു 250, അതിന്റെ നേർ മടങ്ങ് 2 മടങ്ങ്. അപ്പൊ ഇവിടെ 2 തുല്യായി. ഇത് കുറച്ചാൽ 0 വരുള്ളൂ. അപ്പൊ 5 ഇവിടെ ആകെ വ്യത്യാസം വരുന്നത് 5y 4y എന്നാണ്. 5y 4y കുറച്ചാൽ ഈ 320 250 കുറച്ചാൽ തുല്യം എന്ന് പറഞ്ഞാൽ y 40. 5y 4y കുറച്ചാൽ വൈയുടെ വില കിട്ടി 40. പിന്നെ എളുപ്പം ഇതിൽ ഏതെങ്കിലും ഒരു സമവാക്യം ഉപയോഗിക്കുക, എളുപ്പം ഒന്നിലായിരിക്കും. വൈയുടെ വില കിട്ടിയാൽ 2y എന്ന് പറഞ്ഞാൽ 80. അപ്പൊ 2x 80 കൂട്ടിയാൽ 140. 2x നേരത്തെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ 140 80 കുറച്ച് 60, 2x 60. 2 ഗുണിച്ചേക്കാണ് x കിട്ടുമെങ്കിൽ 2 ഹരിച്ചു 30. അപ്പൊ എക്സിന്റെ വില കിട്ടി, വൈയുടെ വില കിട്ടി. ഇങ്ങനെയാണ് 2 സമവാക്യം ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ ഈ 2 ഹോംവർക്കും ചെയ്യുക. ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത ഹോംവർക്കും ചെയ്യാത്തവർ ഇനി ചെയ്താൽ മതി, ചെയ്തവരുടെ ഞാൻ നോക്കിക്കോളാം. ബാക്കി അടുത്ത ക്ലാസ്.